അപ്പോൾ നമ്മൾ വാക്സിൻ്റെ കാര്യം, ഡോഗിൻ്റെ വാക്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ടൈമിൽ വാക്സിൻ എടുക്കുക. നമ്മൾ ആദ്യം വാഷ് ചെയ്തതിന് ശേഷം, കടിച്ച ഭാഗങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രം, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിലേക്ക് പോവുക. നമ്മുടെ ഏരിയയിലൊക്കെ കൂടുതൽ തെരുവുനായ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോഗിനെ ആദ്യം തന്നെ നമ്മൾ ഡോഗിനെ വളർത്തുമ്പോൾ ഡോഗിന് പ്രോപ്പറായിട്ട് വാക്സിൻ എടുക്കുക. അതായത് റാബീസ് വാക്സിൻ ഗവൺമെൻറ്റിൽ നിന്നും ഫ്രീ ആയി കിട്ടുന്ന വാക്സിൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് പൈസ ചിലവ് ചെയ്ത് എടുക്കേണ്ട കാര്യം തന്നെയില്ല. അപ്പോൾ നമ്മൾ ആദ്യം അവരെ വാക്സിനേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നോക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്, വാക്സിൻ അടിച്ചു കഴിഞ്ഞാലും, അതായത് വാക്സിൻ അടിച്ച ഡോഗിനെ വളർത്തുകയാണെങ്കിൽ തന്നെ ആ വാക്സിൻ അടിച്ച ഡോഗ് നമ്മളെ കടിക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് വാക്സിൻ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും, കാരണം നമ്മുടെ ഡോഗിന് പ്രോപ്പറായിട്ട് റാബീസ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളും തീർച്ചയായും വാക്സിൻ എടുക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വാക്സിൻ എടുക്കാൻ പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പേവിഷബാധ എന്ന് പറയുമ്പോൾ മരണസാധ്യത കൂടുതലുള്ള ഒരു അസുഖമാണ്. കാരണം മെഡിസിൻസ് ഇല്ലാത്ത ഒരു അസുഖമാണ് പേവിഷബാധ. പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ തന്നെ റിക്കവർ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്, പറഞ്ഞാൽ വളരെ റെയറാണ് ചാൻസ്. ലോക രാജ്യങ്ങളിൽ തന്നെ 20 പേര് മാത്രമേ പേവിഷബാധ ഏറ്റ് അതിനുശേഷം രക്ഷപ്പെട്ടിട്ടുള്ളൂ. ആ 20 പേരിൽ തന്നെ ബ്രെയിനിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ കൂടുതലാണ്. 20 പേരും പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പേവിഷബാധ 100% മരണം ഉറപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അവർക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായും വാക്സിൻ എടുക്കണം. പക്ഷെ ഒരു കടി ഏറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മുടെ വളർത്തു നായ ആയിക്കോട്ടെ, അതല്ല തെരുവ് നായ ആയിക്കോട്ടെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ മുറിവേറ്റ ഭാഗങ്ങൾ, ഇപ്പോൾ കയ്യിലോ കാലിലൊക്കെ മുറിവേൽക്കുകയാണ് ഏറ്റവും കൂടുതൽ സാധ്യത, കാലിൽ മുറിവേൽക്കാനൊക്കെയാണ്. അപ്പം നമ്മൾ ആദ്യം മുറിവേൽക്കുകയാണെങ്കിൽ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റോളം അല്ലെങ്കിൽ 15 മിനിറ്റ് തന്നെ വാഷ് ചെയ്യുക. അതായത് ഒഴുക്കുള്ള വെള്ളം, ടാപ്പിലെ വെള്ളം തുറന്നിട്ട് അതിൻ്റെ താഴെ നിന്ന് ഫുള്ളായിട്ട് ആ വൈറസ് മുഴുവൻ പോകുന്ന രീതിയിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നല്ലപോലെ ആ ഒഴുക്കുള്ള വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. എല്ലാവരും പേടിച്ച് അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകും. ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ എടുക്കുന്ന സമയം മതി ഈ വൈറസിനകത്തോട്ട് കയറാൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഈ കടിച്ച ഏരിയ, കടിച്ചത് അതല്ലെങ്കിൽ മാന്തിയത്, ഇപ്പം ഈ കടിച്ച ഏരിയയിൽ അവരുടെ വെള്ളം, അതായത് കടിക്കണമെന്നില്ല, നമ്മളുടെ കാലിലൊരു മുറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലൊരു സ്കിന്നിൻ്റെ പുറത്തൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ നക്കിയാൽ അതുവരെ പേവിഷബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായാണെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. ഒരു 10 ദിവസം 20 ദിവസം എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ആദ്യം വാഷ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക. അവർ ഓരോ അടിസ്ഥാനത്തിലാണത് മെഡിസിൻ ചെയ്യുക, വാക്സിൻ ചെയ്യുന്നതും ഇമ്മ്യൂണോഗ്ലോബിൻ ചെയ്യണതൊക്കെ. ചിലപ്പോൾ ഈ വെറും മാന്തിയത് മാത്രമാവാം, ചിലരുടെ കടിച്ചിട്ട് ബ്ലഡൊന്നും വരാതെ ആയിരിക്കാം, കടിച്ച് ബ്ലഡ് വന്ന കേസ് ഉണ്ടാവാം. ആ ബ്ലഡ് വന്ന കേസിൽ തന്നെ ഇപ്പോൾ കാലിൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് വേറെ ആയിരിക്കും, ഇപ്പോൾ ഫേസിലുള്ളത് വേറെ ആയിരിക്കും ട്രീറ്റ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ഫേസിൽ നിന്ന് പെട്ടെന്ന് ബ്രെയിനിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കാലിലേക്കാണെങ്കിൽ കുറച്ചുകൂടെ ടൈം കിട്ടും. പിന്നെ അതുപോലെ കാലിൽ കെട്ടുക, തുണിയിട്ട് കെട്ടുക, കയറിട്ട് കെട്ടുക, ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വാഷ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്ത് ഈ 15 മിനിറ്റ് തന്നെ വാഷ് ചെയ്ത് സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുക. നമ്മുടെ ഡോഗിനിപ്പോൾ ഇപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളത് ചെയ്യുക. നമ്മൾ ഫുൾ ഡീറ്റെയിൽ കറക്റ്റായിട്ട് ഡോക്ടറെ അടുത്ത് പറയുക. അതുപോലെ നമ്മുടെ ഡോഗിനും പ്രോപ്പറായിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. ആ ഒരു ഹിസ്റ്ററി മുമ്പിലത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ബുക്ക് തന്നെ സൂക്ഷിക്കുന്ന ഒരു വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ഹിസ്റ്ററി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മൾ അവരെ എപ്പോഴൊക്കെയാണ് വാക്സിൻ എടുത്തതെന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതുപോലെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം കൃത്യമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബിൻ ആണ് അവരെടുക്കുക, അതിനുശേഷമാണ് വാക്സിൻ. കാരണം ഇത് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വാക്സിൻ എടുക്കുന്നത്. കാരണം വാക്സിനൊക്കെ ഒരാഴ്ചയൊക്കെ എടുക്കും ശരിക്കും നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി ഒക്കെ ഉണ്ടാക്കി പ്രതിരോധിക്കാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് ഇമ്മ്യൂണോഗ്ലോബിൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവർ കൃത്യമായിട്ട് പറയും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3-ാമത്തെ ദിവസം 10-ാമത്തെ ദിവസം അങ്ങനെ ഒരു കണക്കുണ്ട് അവരുടെ. അപ്പോൾ അവർ ഹോസ്പിറ്റലിന് ഡീറ്റെയിൽ തരും. അത് കറക്റ്റായിട്ട് ഒരു ദിവസം പോലും തെറ്റിക്കാതെ നമ്മൾ അലാം വയ്ക്കുക, ഒരു റിമൈൻഡറൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞ് നമ്മൾ ഓർമ്മപ്പെടുത്താൻ പറയുക. നമ്മൾ ഒരിക്കലും എന്ത് കാരണവശാലും അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ വളരെ പ്രശ്നമുള്ളൊരു സംഭവമാണ്. ചിലപ്പോൾ റിക്കവറിക്ക് തന്നെ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ ഡോഗ്സിൻ്റെ അടുത്തേക്ക് വിടുകയാണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഈ ഡോഗ് ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഈ ചെറിയൊരു മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ സലൈൻ അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്നുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, ആ ഒരു വെള്ളം അത് നക്കുമ്പോഴോ മറ്റോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ തട്ടുകയാണെങ്കിൽ, അതായത് ആ മുറിവിൽ ബാധിക്കുകയാണെങ്കിൽ അങ്ങനെയും വൈറസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മളതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളെ അങ്ങനെ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ഒന്നും ചെയ്യാത്ത ഡോഗാണെങ്കിൽ കൂടെ ഈ ഡോഗ്സിൻ്റെ അടുത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടാതിരിക്കുക. അതുപോലെ നമ്മുടെ കാലിലോ മറ്റോ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ കാലിൽ എന്തെങ്കിലും വെച്ച് കെട്ടി മറച്ചതിന് ശേഷം മാത്രം, ഇല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം മാത്രം അവരുടെ അടുത്തേക്ക് പോവുക. അതുപോലെ കയ്യിലൊക്കെ മുറിവുണ്ടെങ്കിൽ അവരുടെ പ്ലേറ്റ് വാഷ് ചെയ്യുമ്പോൾ പോലും ഗ്ലൗസോ വല്ലതും യൂസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രിക്വേഷനാണ് നമുക്ക് ഏറ്റവും വലുത്. രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ളത് സെക്കൻഡറിയാണ്, അത് സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോഗിൻ്റെ പ്ലേറ്റ് വാഷ് ചെയ്യുമ്പോൾ പോലും നന്നായിട്ട് വൃത്തിയായിട്ട് ഗ്ലൗ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു ഓപ്ഷൻ എടുക്കാനുള്ള സാധ്യതയൊന്നും ഇതിൽ ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഈ പേവിഷബാധയുള്ള ഡോഗിനെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ തെരുവ് നായ്ക്കളിലാണ് ഏറ്റവും കൂടുതൽ ഈ പേവിഷബാധ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ സർക്കാരുകളും മറ്റും അതിനെക്കുറിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ കൂടെ അത് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് വളരെ കുറവായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവരെ തിരിച്ചറിയുക, അതായത് ഈ പേവിഷബാധയേറ്റ ഡോഗിനെ തിരിച്ചറിയുന്നത്? ഒന്ന്, വെള്ളം കാണുമ്പോൾ ആ ഡോഗ്സിന് നല്ല പേടിയായിട്ട് ഉള്ള പോലെ തോന്നും. അതുപോലെ അവശതയിലേക്ക് വരും. അതുപോലെ വായിൽ നിന്ന് ഈ പതകളൊക്കെ വരുന്നതായിട്ട് കാണാം. പിന്നെ നോർമലി ഉള്ള ബിഹേവിയർ ആയിരിക്കില്ല. ഇന്നലെ വരെ സൈലൻ്റ് ആയിട്ട് നടന്നൊരു നായ ഇന്ന് എന്ത് കാണുമ്പോഴും ഒരു അഗ്രഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ വളർത്തു നായയാണെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഡോഗിൻ്റെ വാക്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ടൈമിൽ വാക്സിൻ എടുക്കുക. നമ്മൾ ആദ്യം വാഷ് ചെയ്തതിന് ശേഷം, കടിച്ച ഭാഗങ്ങൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രം, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിലേക്ക് പോവുക. കൃത്യമായിട്ട് പറയുക, ആ ഡോഗിനെ വീക്ഷിക്കുക. പിന്നെ ഇതിൽ പഥ്യം എന്ന് പറയാനൊന്നുമില്ല. പണ്ടുള്ളവരൊക്കെ പറയാം അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല, മുട്ട കഴിക്കാൻ പറ്റില്ല, ചിക്കൻ കഴിക്കാൻ പറ്റില്ല, മുരിങ്ങക്കായ കഴിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ നമ്മൾ നമ്മുടെ ഡോഗിനെ വൃത്തിയായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. നമ്മുടെ ഡോഗിനെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ വൃത്തിയായിട്ട് നോക്കുക. അത്രേ പറയാനുള്ളൂ. ബൈ.